തെറ്റിദ്ധരിക്കുക. നമ്മളൊരു കള്ള് ഷോപ്പിന്റെ മുന്നിൽ ഇങ്ങനെ പോയി നിൽക്കാൻ പാടില്ല. ചിലപ്പോ കള്ള് ഷോപ്പിന്റെ മുന്നിൽ നിന്നാൽ എന്താ പ്രശ്നം? ഞാൻ കള്ളു കുടിക്കാൻ കള്ള് ഷോപ്പിൽ കയറിയിട്ടില്ലല്ലോ, എന്നാലും നോക്കുന്നു വിചാരിക്കും നമ്മൾ അഹമ്മദ്ക്ക് ഇപ്പൊ കള്ളു കുടിക്കാൻ തുടങ്ങിക്കണോ വിചാരിക്കും. കള്ള് ഷോപ്പിന്റെ നേരെ അഹമ്മദ്ക്ക് എന്ന് പറഞ്ഞ മസാല ഉദാഹരണം പറഞ്ഞാൽ പോക്കർക്കാണെങ്കിലും അങ്ങനെ തന്നെ, അല്ല നൗഫൽക്കാണെങ്കിലും അങ്ങനെ തന്നെ. ഇനിയിപ്പൊ വേറെ ആരെ പേരും പറയണ്ടല്ലോ, അപ്പൊ എന്റെ പേരെന്നെ പറഞ്ഞ കഴിഞ്ഞല്ല. അതൊരു ഉദാഹരണം പറഞ്ഞു. തെറ്റിദ്ധാരണക്ക് വിധേയമാകണ ഒന്നും ഒരു മുഅ്മിന്റെ മനസ്സിന്ന് ഉണ്ടാവൂല, ഒരു മുഅ്മിന്റെ ജീവിതത്തിൽ ഉണ്ടാവും. അതുകൊണ്ടല്ലേ നിങ്ങളൊന്നാലോചിച്ചു, യാത്രക്കാരൻ ഒരു ദീർഘയാത്ര പോകുന്ന ആളാണെങ്കിൽ അയാൾക്ക് നോമ്പ് നിർബന്ധമല്ല, യാത്ര കൊണ്ട് ബുദ്ധിമുട്ടാണെങ്കിൽ. അതുപോലെ തന്നെ രോഗി, അയാൾക്ക് നോമ്പെടുക്കാൻ പ്രയാസമാണ്, എന്നാ അയാൾക്ക് നോമ്പ് നിർബന്ധമല്ല. അങ്ങനെ അയാൾ നോമ്പ് പിടിച്ചില്ല. നോക്കുമ്പോ അന്ന് പകല് അയാളെ യാത്ര ഇടയ്ക്ക് വെച്ച് അവസാനിച്ചു, അയാൾ നോമ്പ് നോക്കിയിട്ടില്ല. അതുപോലെ രോഗം ഭേദമായി, പകല് തന്നെ രോഗം ഭേദമായി, നോമ്പ് നോക്കിയിട്ടില്ല. എന്താ കാരണം? രോഗി ആയതുകൊണ്ട് നോമ്പ് പിടിച്ചില്ല. എന്നാ പിന്നെ ബാക്കി ഉച്ചക്ക് അദ്ദേഹത്തിന്റെ രോഗം മാറി, അല്ലെങ്കിൽ ഉച്ചക്ക് അദ്ദേഹത്തിന്റെ യാത്ര അവസാനിച്ചു, എന്നാലോ അദ്ദേഹം എന്തു ചെയ്യണം? ബാക്കിയുള്ള സമയം ഏതായാലും അന്ന് നോമ്പുണ്ടാവില്ലല്ലോ, കാരണം ഉച്ചവരെ അദ്ദേഹം കഴിച്ചിട്ടുണ്ടല്ലോ, ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ലോ. ഇനി ബാക്കി സമയത്ത് എന്ത് ചെയ്യണം? ബാക്കി സമയത്ത് നോമ്പുള്ള ആളെ പോലെ നടിക്കണം. നോമ്പ് കിട്ടൂല, നോമ്പ് കിട്ടൂല. നോമ്പ് പിന്നെ ഖളാ വിട്ടേണ്ട നോമ്പാണെങ്കിൽ ഖളാ വിട്ടണം. ഉച്ചയ്ക്ക് ശേഷം മഗ്‌രിബ് വരെ എന്ത് ചെയ്യണം? എനിക്ക് ഏതായാലും ഇന്ന് നോമ്പില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ എങ്ങനെ തിന്നോണ്ടിരിക്കുക, അത് പറ്റൂല. ഇംസാക്ക് നിർബന്ധമാണ്, നോമ്പുള്ളവനെ പോലെ പിടിച്ചു നിൽക്കാൻ നിർബന്ധമാണ്. ഇനി അവിടെ തന്നെ ഇംസാക്ക് സുന്നത്താണ്, നിർബന്ധമല്ല, സുന്നത്താണ്. എന്ന് പറഞ്ഞാൽ നോമ്പുള്ളവനെ പോലെ തന്നെ മഗ്‌രിബ് വരെ അങ്ങനെ നിൽക്കൽ സുന്നത്താണ്. വേണമെങ്കിൽ തിന്നാന്ന് അർത്ഥം. ആ തിന്നുമ്പോ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, തിന്നുമ്പോ ശ്രദ്ധിക്കണം, തിന്നുമ്പോ ആരും കാണാതെ മെല്ലെ ഉള്ളിൽ പോയി തിന്നണം. അങ്ങനെയാണ്. എന്താ കാരണം? ആ കാരണം മറ്റുള്ളവരൊക്കെ തെറ്റിദ്ധരിക്കും. ചിലപ്പോ ചെറിയ കുട്ടിയാണെങ്കിലും ഉപ്പാപ്പാക്ക് നോമ്പില്ല എന്ന് പറഞ്ഞിട്ട്, പ്രായം നിന്ന് ഉപ്പാപ്പയാണ്, നല്ല വയസ്സ് മൂത്തിട്ടുണ്ട്, ഇപ്പൊ നോമ്പ് നോക്കാൻ പ്രയാസമാണ്, അല്ലെങ്കിൽ ഒരിക്കലും മാറാത്ത അസുഖമാണ്, ഡോക്ടർമാരെല്ലാരും പറഞ്ഞു ആ അസുഖം മാറണില്ല, എങ്കിൽ അവർക്ക് നോമ്പ് നിർബന്ധമില്ല എന്നാണ് മസാല. എന്നാലും ഓരോ ദിവസം ഒരു നോമ്പിന് പകരം ഒരു മുദ്ദ് അരി കൊടുക്കണം, അങ്ങനെയാണല്ലോ മസാല. അപ്പൊ അവർക്ക് പകല് തിന്നാണെങ്കിൽ പോലും പേരക്കുട്ടികളെ മുന്നിൽ തിന്നാൻ പാടില്ല. എന്താക്കണം? മെല്ലെ ഉള്ളിൽ പോയിട്ട് ആരും കാണാതെ, കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയ ശേഷം, അല്ലെങ്കിൽ മദ്രസയിൽ പോയ ശേഷം, അല്ലെങ്കിൽ കുട്ടികൾ പുറത്തു പോയ ശേഷം മെല്ലെ അടുക്കളന്റെ അപ്പുറത്ത് പോയിട്ട് തിന്നണം. എന്താ കാരണം? അല്ലെങ്കിൽ ഇപ്പൊ ഈ പേരക്കുട്ടികൾക്കൊന്നും മസാല അറിയില്ലല്ലോ. എന്ത് മസാല? ഉപ്പാപ്പാക്ക് നോമ്പൊക്കെ നിർബന്ധമൊന്നുമില്ല. ചിലപ്പോ പേരക്കുട്ടികളൊന്നും ചോദിക്കും, ഉപ്പാപ്പ എത്ര വലിയ ആളായിട്ട് നോമ്പ് പിടിക്കണില്ലേ എന്ന് ചിലപ്പോ ഇങ്ങനെ കുട്ടികൾ തെറ്റിദ്ധരിച്ചാലോ. അതുകൊണ്ട് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അത് ഒളിഞ്ഞിരുന്നിട്ടാണ് കഴിക്കേണ്ടത്, പരസ്യമായി കഴിക്കാൻ പാടില്ല. നോമ്പില്ലെങ്കിലും ശരി. ചില മനുഷ്യന്മാരുണ്ട് നോമ്പില്ല എന്ന് പറഞ്ഞിട്ട് ഡൈനിങ് ഹാളിൽ തന്നെ ഇരുന്നിട്ട് മേശപ്പുറത്ത് ഇങ്ങനെ പകൽ, റമദാന്റെ പകൽ കഴിക്കുകയാണ്. അത് ശരിയല്ല. ഞാനിപ്പോ അതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞു തന്നത്, മഹാന്മാരതെല്ലാം ശ്രദ്ധിച്ചു. തെറ്റിദ്ധാരണക്ക് വിധേയമാകണ കാര്യങ്ങൾ അവരെല്ലാം നന്നായി ശ്രദ്ധിച്ചു. അതവരുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ കഴിവിന്റെ പരമാവധി അധ്വാനിച്ചു. എന്നിട്ട് ആ സത്യവിശ്വാസികൾ മഹാന്മാരവർ ശ്രദ്ധിച്ചത്, അവർ ഖബറിൽ പോയി കിടന്നാൽ എപ്പോഴും അവരുടെ ഖബറിലേക്ക് സുഹൃതങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കണം. അതിനെ വല്ലതും ഈ ദുനിയാവിൽ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ജീവിതകാലത്ത് കുറെ നല്ലത് ചെയ്യാൻ അവർ നന്നായി ശ്രദ്ധിച്ചു, നന്നായി അധ്വാനിച്ചു. അവരുടെയൊക്കെ ലക്ഷ്യം എന്തായിരുന്നു? ലക്ഷ്യം മരിച്ചാൽ കുറെ ആളുകൾ മയ്യിത്ത് നിസ്കാരത്തിന് കാണണോ. എന്റെ മരണം നാട്ടാരറിഞ്ഞാൽ, പുറം നാട്ടുകാരറിഞ്ഞാൽ, ആലമ്പാടി ഉസ്താദ് വഫാത്തായപ്പോൾ ആ മയ്യിത്തിന്റെ അരികിൽ വന്നു നിൽക്കാൻ, ഒരൽപ്പം സമയം ചെലവഴിക്കാൻ അവിടെ ഒഴുകിയെത്തിയ ആളുകൾ എത്രയാണ്.
അതുപോലെ മഹാരഥന്മാരായ പണ്ഡിതന്മാര് സ്വാലിഹീങ്ങള് അവരെല്ലാം വഫാത്തായപ്പോൾ അവരുടെ അരികിൽ സമയം ചെലവഴിക്കാൻ അവിടുന്നതാ ഖുർആൻ ഓതാൻ ദിക്ർ ചൊല്ലാൻ അവിടെ എത്തിയ ആളുകൾ എത്രയാണ്? എന്തേ കാരണം? ആ മഹാന്മാരെല്ലാവരും ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ കുറെ നല്ല കാര്യം ഇവിടെ നിന്ന് ബാക്കി വെച്ചിട്ടാണ് പോയത്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ നോക്കൂ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം, മാ മിൻ മയ്യിത്തിൻ യുസല്ലി അലൈഹി ഉമ്മാ. ഏതൊരു മയ്യിത്തും, ഒരാൾ മരിച്ചു എന്ന് സങ്കൽപ്പിക്കുക, ആ മയ്യിത്തിന്റെ മേൽ ഒരു കൂട്ടം മുസ്ലിംകൾ മയ്യിത്ത് നിസ്കരിക്കുകയാണ്. യബ്ലുഗൂന മിആ, എണ്ണി നോക്കുമ്പോൾ 100 ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. മയ്യിത്ത് മുന്നിൽ കിടത്തിയിട്ടുണ്ട് കട്ടിലിൽ. ആ മയ്യിത്തിന്റെ മേലുള്ള നിസ്കാരം നടക്കുകയാണ്. പള്ളിയിൽ വെച്ച് നിസ്കാരം നടക്കുന്നു. നോക്കുമ്പോൾ മയ്യിത്ത് നിസ്കരിക്കാൻ എത്ര ആളുകളാണുള്ളത്? യബ്ലുഗൂന മിആ, 100 ആളുകളുണ്ട് മയ്യിത്ത് നിസ്കരിക്കാൻ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ആ മനുഷ്യൻ രക്ഷപ്പെട്ടു പോയി. ഒരു 100 ആള് മയ്യിത്ത് നിസ്കരിക്കാൻ കിട്ടിയോ? എന്നാൽ കുല്ലുഹും യശ്ഫഊന ലഹു ഇല്ലാ ശുഫിഉ ഫീ. ആ മയ്യിത്ത് നിസ്കരിക്കാൻ നിന്ന 100 ആളുകളും ഈ മയ്യിത്തിന് വേണ്ടി, നേരെ മുന്നിൽ കിടത്തിയ മയ്യിത്തിന് വേണ്ടി പടച്ച റബ്ബിന്റെ കോടതിയിൽ അവരതാ ശുപാർശ ചെയ്യും, ശഫാഅത്ത് ചെയ്യും. ആ മയ്യിത്തൊന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ റെക്കമെൻഡ് ചെയ്യും. ആ 100 പേരങ്ങ് ശഫാഅത്ത് ചെയ്താലോ അവരുടെ ശഫാഅത്ത് അല്ലാഹു തആല ഒരിക്കലും തള്ളിക്കളയില്ല. 100 പേരില്ലേ അവർ, അതുകൊണ്ട് തന്നെ ഇല്ല ശുഫിഉ ഫീഹി, അവർ ഈ മയ്യിത്തിന് വേണ്ടി ശഫാഅത്ത് ചെയ്യുമ്പോൾ അവരുടെ ശഫാഅത്ത് സ്വീകരിക്കപ്പെടും. ഒരാൾ ഒറ്റക്ക് വന്നിട്ട് ഒരു കാര്യം പറയുന്നതിനേക്കാളും വലിയ ഗൗരവമാണ് കൂട്ടത്തിൽ കുറെ ആൾ വന്നിട്ട് പറയുമ്പോൾ. ആദ്യം ഒരാൾ വന്നിട്ട് ഒറ്റക്ക് പറഞ്ഞാൽ ചിലപ്പോ സ്വീകരിച്ചോണമെന്നില്ല. അതേസമയത്ത് കുറെ ആളുകൾ ഒന്നിച്ചു വന്നിട്ട് പറഞ്ഞു, എന്നാ പിന്നെ ബാങ്ക് കേൾക്കും. അതങ്ങനെയാണ്. എന്താ കാരണം? ഒരാളെ ഒറ്റക്ക് മടക്കി പറഞ്ഞേക്കാം. ഇത് കൂട്ടമായിട്ട് വന്നാൽ എന്താ ചെയ്യാ? മടക്കാൻ പ്രയാസാണ്. അതാണ് ഈ 100 പേര് അല്ലാഹുവിനോട് ഈ മയ്യിത്തിന് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ, റെക്കമെൻഡ് ചെയ്യാൻ. എന്നാൽ ആ 100 പേര് നേരെ മുന്നിലുള്ള മയ്യിത്തിന് വേണ്ടി ശഫാഅത്ത് ചെയ്യുമ്പോൾ ആ മയ്യിത്തിൽ അവർ ചെയ്ത ശഫാഅത്ത് അല്ലാഹു തആല സ്വീകരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈമാനുള്ള ജനങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് എന്താണ്? അവരാലോചിക്കേണ്ട, ഞാനിങ്ങ് മരിച്ചാൽ എന്റെ മയ്യിത്ത് പള്ളിയിൽ കൊണ്ടുവരും. Style up your walk, your dance, your celebration. Step out confidently in the moments that truly matter. Bata, make your way. സമ്പാദ്യമാണ് വളരെ ആവശ്യം. ഓ സുഹൃത്തുക്കളെ, സമ്പാദ്യം പലതും ഉണ്ട്. കോടിക്കണക്കിന് ദുനിയാവിൽ സമ്പാദിച്ചു വെക്കുന്നവരുണ്ട്, കുറെ കെട്ടിടം സമ്പാദിച്ചു വെക്കുന്നവരുണ്ട്, കുറെ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ കുറെ ഭൂമി സമ്പാദിച്ചു വെച്ചവരുണ്ട്. ഞാൻ ആ പറയുന്ന സമ്പാദ്യം അതൊന്നുമല്ല. ഞാൻ പറയുന്ന സമ്പാദ്യം, ഞാൻ അങ്ങ് മരിച്ചാൽ എന്റെ മയ്യിത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് കിടത്തിയാൽ ആ എന്റെ മയ്യിത്തിന്മേലുള്ള നിസ്കാരം, ആ നിസ്കാരത്തിന് ചുരുങ്ങിയത് ഒരു 100 ആളെ പള്ളിയിൽ കാണണം. എന്നാൽ ഈ ദുനിയാവെന്ന് ഞാൻ സമ്പാദിച്ച ഏറ്റവും വലിയ സമ്പാദ്യം അതാണ്. അത് എന്റെ ഖബറിലേക്കുള്ള സമ്പാദ്യമാണ്, എന്റെ ആഖിറത്തേക്കുള്ള സമ്പാദ്യമാണ്. ആ സമ്പാദ്യം ആലിമീങ്ങളെ സമ്പാദിച്ചു പോയി. ആലമ്പാടി ഉസ്താദിനെ കുറിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഉസ്താദ് സമ്പാദിച്ചു പോയി.
എത്ര കാലമാണ് ഉസ്താദ് ദർസ് നടത്തിയത്? പകലിങ്ങനെ ഇരുന്നിട്ട് ദർസ് നടത്തും. എന്നാൽ അതോടുകൂടെ കഴിഞ്ഞോ? ഇല്ല. രാത്രി അതാ വഅലിന് പോകും. വഅല് കഴിഞ്ഞു വന്നാൽ വീണ്ടും പിറ്റേന്ന് പകല് വഅലിന് പോയത് കൊണ്ട് ദർസ് മുടങ്ങാറില്ല. അത് എന്നെ പോലെ വഅല് പറയുന്നവർക്ക് വലിയ പാഠമാണല്ലോ. വഅലും ദർസും രണ്ടും കൂടി ഉള്ളവർക്ക് അത് വലിയ പാഠമാണല്ലോ. വഅല് പറഞ്ഞതുകൊണ്ട് ദർസ് മുടങ്ങൂല, ദർസ് നടത്തിയത് കൊണ്ട് വഅലും മുടങ്ങൂല. പകൽ സമയം മുതഅല്ലിമുകൾക്ക് കിതാബ് ഓതി കൊടുക്കുന്നു, രാത്രി സമയത്ത് ഇതാ പോയി വഅല് പറയുന്നു. അതുകൊണ്ടാണ് ആ മഹാന്മാര് അവരൊക്കെ ഇൽമിലൂടെ ധാരാളം പരലോകത്തേക്ക് സമ്പാദിച്ചു. അവർ പഠിച്ച ഇൽമ അത് പഠിച്ചതുപോലെ നാട്ടാരോട് പറഞ്ഞു കൊടുത്തു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആലമ്പാടികാര് ആലിമീങ്ങളെ ബഹുമാനിച്ചു. അവർക്ക് ആലിമീങ്ങളോട് വലിയ സ്നേഹം തോന്നി. അവർ തലേകെട്ട് കണ്ടപ്പോൾ എണീറ്റ് നിന്നു, ആലിമീങ്ങളെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്തു. കാരണം ആലമ്പാടി ഉസ്താദ് എന്ന വലിയ മഹാനിലൂടെ അവർ ഒരുപാട് കാര്യം ഉൾക്കൊണ്ടു. അല്ലാഹു തആല അവരെയും ഞങ്ങളൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. ആലിമീങ്ങൾ, ഉഖ്റവിയായ ആലിമീങ്ങൾ ഭയങ്കര കാര്യമാണ്. ആലമ്പാടി ഉസ്താദ് നമ്മൾ ഈ ഭാഗത്ത് എവിടെയും കുട്ടി അടിക്കണമെങ്കിൽ ആലമ്പാടി ഉസ്താദ് ഒരു വീടിന് കുറ്റിയടിക്കൽ കർമാണെങ്കിലും അല്ലെങ്കിൽ ഒരു പള്ളിക്ക് നേരത്തെ ഇങ്ങോട്ട് വരുമ്പോ ഒരാള് എന്റെ കൂടെ ഉള്ളവർ പറഞ്ഞു അവരുടെ നാട്ടിലെ പള്ളിക്ക് കുറ്റിയടിച്ചത് ആലമ്പാടി ഉസ്താദാണ്. ഇത് ഭയങ്കര പള്ളിയാണ് അവിടെ. ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്, ബറക്കത്തിന്റെ കൈയാണതൊക്കെ. ആ കൈ കൊണ്ട് ഒരാളെയും ശല്യം ചെയ്തിട്ടുണ്ടാവൂല, ഒരാളെയും ആക്രമിച്ചിട്ടുണ്ടാകൂല. ആ കയ്യിൽ മുസ്ഹഫ് പിടിച്ച കൈയാണത്. ആ കയ്യിൽ മുസ്ഹഫ് പിടിച്ച് നിരന്തരം ഖുർആൻ ഓതിയ കൈയാണത്. ആ കയ്യിൽ കിതാബ് പിടിച്ച് മുതഅല്ലിമുകൾക്ക് ഓതിക്കൊടുത്ത കൈയാണത്. ആ കയ്യിന് വലിയ പവറാണ്. അതുകൊണ്ടാണ് ഉസ്താദ് കുറ്റിയടിച്ചാൽ വീടിന്റെ പണി വേഗം പൂർത്തിയാകും.